നമസ്കാരം. ഉത്തർപ്രദേശിൽ ബിജെപിക്ക് ഉണ്ടായ തിരിച്ചടിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ബിജെപിയിലെ തന്നെ ചില നേതാക്കൾ രംഗത്ത് വരുന്ന കാഴ്ച രാജ്യം കണ്ടതാണ്. 62 സീറ്റുകളിൽ നിന്നും 33 സീറ്റുകളിലേക്കുള്ള പതനം പാർട്ടി വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുപിയിൽ സമഗ്രമായ ഒരു അവലോകനം നടത്താൻ പാർട്ടി തീരുമാനിച്ചതും. ജൂൺ 19-നും ജൂൺ 25-നും ഇടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി സീറ്റും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമായ ലക്നൌവും ഒഴികെയുള്ള 78 മണ്ഡലങ്ങളിലെ പ്രകടനത്തിന്റെ അവലോകനം ബിജെപി നടത്തിയത്. 24 ചോദ്യങ്ങൾ തയ്യാറാക്കി ബിജെപിയുടെ പ്രാദേശിക നേതാക്കളെയും ജനപ്രതിനിധികളെയും മുതിർന്ന ബിജെപി നേതാക്കൾ നേരിട്ട് പോയി കാണുകയായിരുന്നു. എന്തുകൊണ്ടാണ് അവർ നേടിയ സീറ്റുകൾ ഇക്കൊല്ലം നഷ്ടപ്പെട്ടത് എന്നും വിജയത്തിന്റെ മാർജിൻ കുറയുന്നത് എന്തുകൊണ്ടാണ് എന്നുമാണ് ഈ ഒരു ചോദ്യങ്ങളിലൂടെ പ്രധാനമായും ആരാഞ്ഞത്. സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന് ഈ ആഴ്ച സമർപ്പിക്കാൻ ഒരുങ്ങുന്ന ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. അത് വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ചില കാരണങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ബിജെപി പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച, ജനങ്ങളോട് സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയ സംഭവങ്ങൾ, OBC ദളിത് വോട്ട് ബാങ്കിൽ ഉണ്ടായ വിഭജനം, സംവരണ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ മോശം പ്രചാരണം എന്നിവയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ. ബിജെപി പ്രവർത്തകർക്ക് പ്രചരണത്തിനിറങ്ങാൻ എന്തുകൊണ്ടാണ് ആവേശം നഷ്ടപ്പെട്ടത് എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം അവർ കണ്ടെത്തിയിരിക്കുന്നു. ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലും സർക്കാർ ഓഫീസുകളിലും ഉദ്യോഗസ്ഥർ നിരന്തരം ബിജെപി പ്രവർത്തകരെ അപമാനിച്ചിരുന്നു. അതായത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഉത്തർപ്രദേശിൽ നിലനിന്നിരുന്ന ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു. VIP സംസ്കാരം. VIPകൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അധികാര കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് പ്രത്യേകമായ പരിഗണന നൽകി അവരുടെ ആവശ്യങ്ങൾ ആദ്യം നിറവേറ്റി കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ യോഗി ആദിത്യനാഥ് ഭരണ സാരഥ്യം ഏറ്റെടുത്തതിന് ശേഷം അങ്ങനെ ഒരു VIP സംസ്കാരം ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ആർക്കും തന്നെ പ്രത്യേകമായ പരിഗണന നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം ഉത്തർപ്രദേശ് സർക്കാർ അങ്ങനെ ഒരു നയം സ്വീകരിച്ചതിന് തൊട്ടു പിന്നാലെ ബിജെപി പ്രവർത്തകരെ പീഡിപ്പിക്കാനുള്ള ഒരു അവസരമായി ഒരു വിഭാഗം പോലീസുകാർ ഇതിനെ കണ്ടിരുന്നു. അത് മിക്ക ഇടങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ മുന്നിട്ടിറങ്ങാൻ പ്രവർത്തകരെ പിന്നോട്ടടിച്ച സംഭവമാണ്. അവർക്ക് നിരന്തരം ഏൽക്കേണ്ടി വന്ന അപമാനം കൊണ്ട് അവർ ഈ പ്രചരണ രംഗത്തു നിന്നടക്കം തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അപമാനം നേരിട്ടിട്ടും എന്തുകൊണ്ട് പാർട്ടി ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരും. അങ്ങനെ കുറെ അധികം പ്രവർത്തകർ സജീവ പ്രചരണ രംഗത്ത് നിന്ന് മാറി നിന്നിരുന്നു. ഇതൊക്കെ പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് UP BJP ഭാരവാഹികളും RSSന്റെ ഭാരവാഹികളും തമ്മിൽ കൂടിക്കാഴ്ച ഉൾപ്പെടെ നടത്തിയിരുന്നു. തിരുത്തൽ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും എന്നുള്ള സൂചന കൂടി ഉത്തർപ്രദേശ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.